നമസ്കാരം. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഗെറ്റ്സ് ലോഞ്ച്ഡ് ഷോർട്ട്ലി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അർദ്ധരാത്രി ഇന്ത്യൻ സമയം രാത്രി 10:30 അമേരിക്കയുടെ സമയം അത് ഉച്ചയ്ക്ക് 12 ഉച്ചവരെ ജോ ബൈഡൻ പ്രസിഡന്റായി തുടരുകയും അമേരിക്കൻ സമയം നട്ടുച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപിന് അധികാരം കൈമാറുകയും ചെയ്തു. വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു സംസാരമുണ്ടായിരുന്നു, ഒരു പ്രസംഗമുണ്ടായിരുന്നു. അണികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു വിജയഗാഥ എഴുതി ചേർക്കുന്ന ഒരു പ്രക്രിയയിൽ നിർണായകമാണ്. തലേന്ന് അങ്ങനെ ഒരു ആചാരപരമായ ഒരു കാര്യമാണ്. നിയുക്ത പ്രസിഡന്റ് തലേ ദിവസം തൻ്റെ ഇഷ്ടക്കാരെ വിളിച്ചുകൂട്ടി വലിയ ബാങ്ക്വറ്റും അവിടെ ഒരു സംസാരമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഗംഭീരമായി നിറവേറ്റി അതിൻ്റെ ഉള്ളടക്കവും ഇന്നത്തെ ചടങ്ങുകളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപവും അതിനുശേഷം എന്താണ് ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കാനുള്ളത് എന്നതുമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. നോക്കൂ, ഇന്നത്തെ ചടങ്ങിലേക്ക് തന്നെ ആദ്യം വരാം. ക്യാപിറ്റോൾ ഹിൽ, വാഷിങ്ടൺ DC ക്യാപിറ്റോൾ ഹില്ലിലാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി നടക്കേണ്ടത്. ഓപ്പൺ എയറിൽ നടത്തേണ്ടിയിരുന്ന പരിപാടി അകത്തേക്ക് മാറ്റി ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ വലിയ താഴികക്കുടത്തിൻ്റെ അടിയിലെ വിശാലമായ ഹാൾ, അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്നത്. അധികാരമേറ്റെടുക്കുന്നു, സത്യപ്രതിജ്ഞ ചടങ്ങ്, അതിനുശേഷം ഉള്ള സൈനിങ്. അതിനുശേഷമാണ് ട്രംപ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹ്രസ്വമായി സംസാരിക്കും. അതിൻ്റെ ടോൺ ആൻഡ് ടെനർ, അതിൻ്റെ ഉള്ളടക്കം വളരെ ഹ്രസ്വമായ കണ്ടന്റ് ആയിരിക്കും. പക്ഷേ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ട്രംപിൻ്റെ നയത്തെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റിയാണ്. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നായിരുന്നു ട്രംപിൻ്റെ 2015 ക്യാമ്പയിൻ. 2016 മുതൽ 20 വരെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആ സമയത്തെ ക്യാമ്പയിൻ്റെ വിജയമാണ്. ഇപ്രാവശ്യവും അതേ ക്യാമ്പയിൻ തന്നെയാണ് മേക്ക് അമേരിക്ക മാഗ എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. പക്ഷെ അതേസമയം അമേരിക്ക രണ്ടാമതും അതേ മുദ്രാവാക്യം കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയുടെ ശക്തി അമേരിക്കൻ പൗരന്മാർക്ക് വേണ്ടി, അമേരിക്കയുടെ ആഭ്യന്തര വികസനത്തിന് വേണ്ടി പ്രയോഗിക്കുക. ലോകത്തെ മുഴുവൻ ഉദ്ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് ബിസിനസ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ട്രംപിനുള്ളത് ഈ കാര്യത്തിൽ. അതുകൊണ്ട് അത് ട്രംപ് യാതൊരു മടിയുമില്ലാതെ അത് പരസ്യമായിട്ട് പറയും. പ്രിട്ടൻഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ലോക സമാധാനം ഉണ്ടാക്കി കളയും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, സമാധാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ്റെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ സ്വാധീനത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ മറ്റ് ഈ ആത്യന്തികമായ ഒരു മനുഷ്യാവകാശ വിഷയങ്ങളോ ഒന്നുമല്ല ട്രംപിനെ ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ആ പ്രസംഗത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന്, കുടിയേറ്റം, അമേരിക്കയിലേക്കുള്ള മെക്സിക്കൻ അതിർത്തി, അത് ഭാഗികമായി കെട്ടിയടച്ചോ പൂർണ്ണമായി കെട്ടിയടക്കാൻ സാധിക്കുമോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ടൈം ലൈൻ അതൊരു പക്ഷേ ട്രംപ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായും സാമ്പത്തിക പരാജയമായിരുന്നു എന്നാണ് ട്രംപിൻ്റെ വാദം. അത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു വരികയാണ്. ഇൻഫ്ലേഷൻ പിടിവിട്ട് പോയിട്ടില്ല. ഇക്കോണമി പൂർണ്ണമായും മാന്ദ്യത്തിൽ അമർന്നിട്ടില്ല. മാന്ദ്യത്തിൻ്റെ സൂചനകൾ നേരത്തെ കഴിഞ്ഞ വർഷം കണ്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഉണർവിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് അടവിശിഷ്ട നില തീരെ മോശമല്ല. അതുകൊണ്ട് തീരെ ഒരു മോശം അവസ്ഥയില്ല. ഡോളറിൻ്റെ മറ്റ് കറൻസികളുമായി ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ട്രംപ് അധികാരത്തിൽ വരുന്നു എന്നത് കേട്ടത് മുതൽ വലിയ തോതിൽ മറ്റ് ഇന്ത്യൻ റുപ്പിക്കെതിരെ പോലും ഡോളർ കരുത്താർജിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആശങ്കപ്പെടാനൊന്നുമില്ല. എങ്കിലും ഇവിടെ കാര്യങ്ങൾ ഭദ്രമല്ല എന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ മാൻഡേറ്റ് ആണ് ട്രംപിന് ലഭിച്ചത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം. ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പരാജയമായിരുന്നു സാമ്പത്തികമായി എന്നൊരിക്കൽ കൂടി ഊന്നിപ്പറയുകയും തൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചില പുനരുദ്ധാന പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യാനായി ട്രംപ് ഈ അവസരം ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നു. അതാണ് ഇമ്മീഡിയറ്റ് കാര്യം. അതിനുശേഷം ഒരു അവന്യൂയിലൂടെ ഒരു വലിയ ഒരു പ്രൊസഷൻ പോലെ ഉണ്ടാകും. അപ്പം അതിനുശേഷം ആണ് ബാങ്ക്വറ്റുകൾ, സദ്യ, അതുപോലെ തന്നെ കലാപരിപാടികൾ. ഇതെല്ലാം തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രത്യേക വിരുന്നിൽ ക്ഷണിതാവായി ഇന്ത്യയിൽ നിന്നും എത്തിയത് 2 പേരാണ്. അത് അംബാനികളാണ്. അംബാനി സഹോദരന്മാരിലെ മൂത്ത സഹോദരനാണ് എത്തിയത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത അംബാനിയും എത്തി. അപ്പം
ഈ അംബാനിമാരെയും അദനിമാരെയും ഇന്ത്യയിലെ വൻ വ്യവസായികളെയും ഒരു പക്ഷേ ട്രംപ് ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതെനിക്ക് ക്ഷണമില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പം അടുത്ത ദിവസത്തെ ചടങ്ങിൽ ക്ഷണമുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് മുകേഷ് അംബാനിയുടെ സാന്നിധ്യം വലിയൊരു ബലമാണ് നൽകുന്നത്, ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. പക്ഷേ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാൻ ഏറെ ഒന്നും ഉണ്ടെന്ന് കരുതാനാവില്ല. കാരണം ഇത് പ്രതീക്ഷകൾ മാത്രമാണ് ഇതുവരെ ഉള്ളത്. യഥാർത്ഥത്തിൽ കച്ചവടക്കാരനായ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ടാരിഫ് റൂൾസ് കുറച്ചുകൂടി മോഡറേറ്റ് ആക്കുക. അതികഠിനമായ ടാരിഫുകളാണ്, നികുതികളാണ് ഇന്ത്യ ചുമത്തുന്നത്. കയറ്റുമതി ഇറക്കുമതി നികുതികൾ, തീരുവകൾ അത് കുറച്ചുകൊണ്ട് വരണം, അല്ല എങ്കിൽ ഇന്ത്യയെ കളി പഠിപ്പിക്കും എന്നതാണ്. എത്ര സൗഹൃദ ബന്ധമുണ്ടെങ്കിലും ബിസിനസ് കാര്യം വേറിട്ട് നിൽക്കും എന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഇന്ത്യക്ക് ആശ്വസിക്കാനുള്ള വകയെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ആണവ സാങ്കേതിക വിദ്യയിൽ അമേരിക്ക ഒരു നിർണായക ഏടാണ്. 2008 ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ബറാക് ഒബാമയും മൻമോഹൻ സിംഗും തമ്മിൽ ഒപ്പുവെച്ച 123 എഗ്രിമെന്റ്, ഹൈഡ് ആക്ടിന് ശേഷമുണ്ടായ 123 സിവിൽ ന്യൂക്ലിയർ എനർജി എഗ്രിമെന്റ്, അത് ഒരു പടി കൂടി ഇപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അത് കുറച്ചുകൂടി വർദ്ധിത വീര്യത്തോടു കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപ് ഒരുപക്ഷെ സഹായിക്കും. അതുകൊണ്ട് സൈനികമായും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ടെക്നോളജി ട്രാൻസ്ഫർ പരമായും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ട്രേഡിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇളവും ഇന്ത്യ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ നിന്നുള്ള H-1B വിസക്കാരും നമ്മുടെ വളരെ വലിയ വിദ്യാസമ്പന്നരായ ആളുകളാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. പലപ്പോഴും ചുമട്ട് തൊഴിലാളികളോ അല്ലെങ്കിൽ വലിയ മാനുവൽ ലേബർ ചെയ്യുന്ന ആളുകളല്ല പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ട്രംപ് സ്വീകരിക്കാനാണ് സാധ്യത. പല ആവർത്തി പറഞ്ഞു അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം നിരോധിക്കും, നിയന്ത്രിക്കും. പക്ഷെ അധികൃത കുടിയേറ്റം അതൊരു ബ്രെയിൻ ഡ്രെയിൻ ആണ്, നമുക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കാം, അമേരിക്കയ്ക്ക് നല്ലതല്ലേ. നമ്മുടെ IIT, IIM പ്രോഡക്റ്റുകൾ മിടുക്കന്മാരായ ആളുകളാണ്, മിടുക്കരായ ആളുകൾ. ഈ യുവാക്കളും യുവതികളും അമേരിക്കയിൽ എത്തുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവർ നൽകുന്ന ഉണർവ് ഒരു നിർണായകമായ കാര്യമാണ്. അതേക്കുറിച്ച് ട്രംപിന്റെ നയം ഒരു പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി ട്രംപിന്റെ കുറച്ചുകൂടി വിശാലമായ പദ്ധതികളിലേക്ക് പോകാം. ഒന്ന് വിദേശകാര്യ പദ്ധതിയാണ്. വിദേശകാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആരാണോ അദ്ദേഹം കേവലം അമേരിക്കയുടെ മാത്രം പ്രസിഡന്റ് അല്ല, ലോകത്തെ ഏറ്റവും ശക്തമെന്ന് കരുതുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ തലവൻ. ആ രാജ്യത്തിന്റെ മാത്രം അഭിമാനമല്ല, ലോകത്തിന്റെ മുഴുവൻ ഒരു പോസ്റ്റർ ബോയ് ആണ് അമേരിക്കൻ പ്രസിഡന്റ്. ആരാണെങ്കിലും ശരി, ക്ലിന്റൺ ആണെങ്കിലും ശരി, ഒബാമയാണെങ്കിലും ബുഷ് ആണെങ്കിലും ഒക്കെ. ഇത് ഒരുപാട് മാമൂലുകളെ ചുഴറ്റി എറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരും തന്നെ രാഷ്ട്രീയത്തിൽ സജീവമല്ല. ഇപ്പൊ കെന്നഡി കുടുംബം എന്ന് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ജോർജ് ബുഷ് സീനിയർ, ജോർജ് ബുഷ് ജൂനിയർ, അല്ലെങ്കിൽ ക്ലിന്റണുകൾ അല്ലെ, ബിൽ ക്ലിന്റൺ, ഭാര്യ ഹിലാരി ക്ലിന്റൺ, ഒബാമയ്ക്ക് പോലും ഒരുപക്ഷെ ഒബാമ കൃത്യവർഗ്ഗക്കാരനാണ്, ഫാമിലിയിൽ അധികം പേരില്ല. പക്ഷേ മിഷേൽ ഒബാമയ്ക്ക് പോലും ഒരുപക്ഷെ ചെറിയ രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊന്നുമില്ലാത്ത ട്രംപിന്റെ ഒരു ഭരണം വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കച്ചവടത്തിൽ നിന്നും നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനല്ലാതിരുന്ന ട്രംപ് സ്വന്തമായ ഒരു ഇടം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ബാധ്യതകൾ, ബണ്ടിൽസ് ആൻഡ് ബാഗേജ് ട്രംപിന്റെ മേൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ധീരമായി നടപടികളെടുത്ത് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് വിദേശകാര്യത്തിൽ അദ്ദേഹം ധനകാര്യത്തിൽ, ആഭ്യന്തര ധനകാര്യ നയത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷാ നയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് അമേരിക്കക്കാരുടെ കാര്യം. മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ എന്നാണ് ഇപ്പൊ പറയുന്നത്. മാര അല്ലെ, മാഗ എന്നത് മാറി മാര എന്ന രീതിയിലാണ്. മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ, ഒരിക്കൽ കൂടെ അമേരിക്കയെ സമൃദ്ധിയിലെത്തിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ലോക യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നാണ് അമേരിക്ക. ഇപ്പോഴും പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ വളരെ ഹൈ ആണ്, പക്ഷെ നോട്ട് ദി ഹയസ്റ്റ്. അതേസമയം മിലിറ്ററി ശക്തിയുടെ കാര്യത്തിൽ ഏതാണ്ട് ലോകത്തിന് നെറുകയിൽ നിൽക്കുകയാണ്. അതേസമയം ഈ അമേരിക്കയ്ക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടെ വിള്ളലുകളുണ്ട്. അത് മുൻകാലങ്ങളിൽ 90 മുതൽ 2000 വരെ, അല്ലെങ്കിൽ 90കൾ മുതൽ 2010 വരെ അനുഭവിച്ചിരുന്ന ഏകധ്രുവ സംവിധാനത്തിലെ ശക്തിയല്ല ഇന്ന് അമേരിക്ക. ഒരുപാട് രാജ്യങ്ങൾ G20 ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അംഗം എന്നതിൽ കവിഞ്ഞ്, ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ല. ആ പ്രാധാന്യം തിരിച്ചു പിടിക്കാൻ ട്രംപ് ശ്രമിച്ചാലാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ആശങ്ക ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ലോകം കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്.
അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ അമേരിക്കയ്ക്കുള്ളിൽ എന്ത് നടത്തിയാലും അത് നേരിട്ട് നമ്മളെ ബാധിക്കണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ മധ്യ പൗരസ്ത്യ പ്രദേശത്തെ വിഷയത്തിൽ ട്രംപ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ, ഇന്നലെ രാത്രി നടന്ന പ്രസംഗത്തിലും ട്രംപ് ക്ലെയിം ചെയ്തിരിക്കുന്നു, ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായിരിക്കുന്നത് എന്ന് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. കുറച്ചൊക്കെ ശരിയുമാണ്. അതുകൊണ്ട് ട്രംപിനും ബൈഡനുമായി വിധിച്ചു പോകുന്ന ക്രെഡിറ്റിന്റെ സിംഹഭാഗവും ട്രംപ് സ്വയം ഏറ്റെടുക്കുകയാണ്. അത് മാത്രമല്ല, ട്രംപിന് ഈ റഷ്യയോടുള്ള ചങ്ങാത്തം അല്ലെങ്കിൽ പുടിനോടുള്ള ചങ്ങാത്തം, ഒരുപക്ഷെ പുടിന് പഠിക്കുകയാണോ ട്രംപ് എന്ന് ചിലപ്പോൾ തോന്നും. പുടിൻ ഈ ആക്രമണകാരിയാണ്, ജോർജിയയുടെ ഭാഗം കൈവശപ്പെടുത്തി, ഉക്രൈൻ്റെ ഭാഗം ഡൊണാസ്ക്, ലുഹാൻസ് പ്രവിശ്യകൾ കൈവശപ്പെടുത്തി ഒരു ഹോക്കിഷ് നിലപാടാണ് ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുന്ന വ്ളാഡിമിർ പുടിൻ്റെ ഏതാണ്ട് അതേ പാതയിലാണോ ട്രംപ് വിദേശ നയ കാര്യത്തിൽ സഞ്ചരിക്കുന്നത് എന്നൊരു സന്ദേഹം പല കേന്ദ്രങ്ങളിലും ഉയരുന്നുണ്ട്. അത് ഇപ്പോൾ ഭാഗികമായി തമാശയായിട്ടും അർത്ഥോക്തിയിലും ഒക്കെ നിർത്തുന്ന ട്രംപിന്റെ സംസാരം, പ്രത്യേകിച്ചും ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള സംസാരം, കാനഡയുടെ ഭാവിയെക്കുറിച്ചുള്ള സംസാരം, പാനമ കനാലിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള സംസാരം, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപ് ഒരുപക്ഷെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി, പൂർണ്ണമായ അർത്ഥത്തിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നല്ല, കുറച്ചൊക്കെ സമ്മർദ്ദങ്ങളിലൂടെ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കൈവശം ഇരിക്കുന്ന ഗ്രീൻലൻഡ് കൈവശപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. കൈവശപ്പെടുത്തുക എന്നതല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, അത് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർ ഡ്യൂറസ്, സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൂർണ്ണമായ അടിസ്ഥാനത്തിൽ ഒരു ധാരണ എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. അതുപോലെ കാനഡയുടെ മേൽ അവകാശവാദം ഒന്നും ഉന്നയിച്ചിട്ടില്ല എങ്കിൽ പോലും പറയാനുള്ളത് പറഞ്ഞു വെച്ചു. കാനഡയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയോട് യോജിക്കുന്ന, അമേരിക്കയിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞു വെച്ചു. അല്ലാതെ നാളെ കാനഡ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗമാകുമെന്നൊന്നും ആരും തന്നെ ചിന്തിക്കുന്നില്ല. അതുപോലെ പാനമ കനാൽ പൂർണ്ണമായും അമേരിക്ക ഏറ്റെടുക്കും എന്നൊന്നും വിചാരിക്കാനാവില്ല. പക്ഷേ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നടത്തിയെടുക്കാൻ തന്റെ 4 വർഷം ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. അതായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ നയത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് പൂർണ്ണമായി ലോകത്തെല്ലാം സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യേണ്ട, അതെല്ലാം അവസാനിപ്പിക്കണം, റഷ്യ ഉക്രൈൻ അവസാനിപ്പിക്കണം, അറബ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം, ലോകത്തെല്ലായിടത്തും യുദ്ധം അവസാനിപ്പിക്കണം, ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞങ്ങൾ ഒരു വിഭാഗത്തെയും സഹായിക്കില്ല, ഇതൊക്കെ പുറമേ പറയും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണം, അതിന് പുറമെ നിങ്ങൾക്കുള്ളതും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക്, നിങ്ങൾക്കുള്ള ചിലതും ഞങ്ങൾക്ക്, താല്പര്യമുള്ളത് ഞങ്ങൾക്ക് എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് നീങ്ങുകയാണെങ്കിൽ ഉറപ്പായും സംഘർഷമുണ്ടാകും. ചൈന നയമാണ് ഇവിടെ പ്രസക്തമാക്കുന്നത്. ചൈനയുടെ ഇറക്കുമതി, അമേരിക്കയിലേക്കുള്ള വലിയ ഇറക്കുമതി, ആ ഇറക്കുമതി വില കുറഞ്ഞ സാധനങ്ങളാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാകട്ടെ, പ്ലാസ്റ്റിക്കുകളാകട്ടെ, മറ്റുൽപ്പന്നങ്ങളാകട്ടെ, ഡെയിലി ലൈഫിന് വേണ്ടിയുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസ് ആകട്ടെ, എല്ലാം തന്നെ ഇതൊക്കെ തന്നെയാണ് അമേരിക്കയിലെ സാധാരണക്കാരെ നിലനിർത്തുന്നത്. അതൊക്കെ തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ അമേരിക്കയിലെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്, ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് എക്സ്ട്രീംലി ഹൈ ആണ്. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ട്രംപ് പറയുന്നത് എല്ലാ കാര്യങ്ങളും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ അതനുസരിച്ചുള്ള ശമ്പള വർധന കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾക്ക് തീ വിലയായിരിക്കും. അതൊക്കെ സാധാരണക്കാർക്ക് താങ്ങാനാവില്ല. ഇതൊക്കെ രാഷ്ട്രീയമായി ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും തിരിച്ചടികൾ സമ്മാനിക്കും. അതുകൊണ്ട് അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് 60% തീരുവ, ഇറക്കുമതി ചേരുവ ചുമത്തുമെന്നാണ് പറയുന്നത്. അതൊന്നും അത്ര പ്രായോഗികമായ കാര്യമല്ല. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്, കർശനമായ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പൂർണ്ണമായി ഒഴിവാക്കുകയുമില്ല. ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി സഹായിക്കും എന്ന ഒരു കൗണ്ടർ ബാലൻസിങ് ഒരുപക്ഷെ അത് ലോജിക്കലി ശരിയാണെന്ന് തോന്നാമെങ്കിലും പൂർണ്ണമായി നടന്നു വരണമെന്നില്ല. അതുകൊണ്ട് സമ്മിശ്രമായ ഒരു പ്രതികരണം തന്നെയാണ് വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. വിദേശ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. എന്നാൽ വിദേശ സൈനിക നയത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ, മുൻകാലത്ത് അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഒക്കെ ഉള്ളതുപോലെയുള്ള ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അമേരിക്ക നേരിട്ട് ചില കാര്യങ്ങൾ ഇങ്ങ് തരുമോ എന്ന് ചോദിച്ചു വെച്ചു. അത് ഏറ്റെടുക്കാനുള്ള അവസരമുണ്ടെങ്കിൽ അതിന് മടിക്കില്ല. അതുകൊണ്ട് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നതും സ്വാധീനത്തിന്റെ എക്സ്പാൻഷൻ എന്നതിലുമായിരിക്കും ശ്രദ്ധ. മറിച്ച് അല്ലാതെ രണ്ട് രാജ്യങ്ങളെ പരസ്പരം തമ്മിലടുപ്പിച്ച് അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ എന്ന മുൻ പ്രസിഡന്റുമാരുടെ പോളിസിയിൽ നിന്നും ലേശം വിഭിന്നമായിരിക്കും ഈ പോളിസി എന്നാണ് തോന്നുന്നത്. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം
അർദ്ധരാത്രി ഒരുപക്ഷെ 10:30 ഇന്ന് രാത്രി 10:30 തുടങ്ങുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകൾ, ട്രംപിൻ്റെ പ്രസംഗമൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും തന്നെ നിദ്രയിലായിരിക്കും. നാളെ രാവിലെ പത്രം നോക്കുമ്പോൾ, മാധ്യമങ്ങൾ കാണുമ്പോൾ, TV കാണുമ്പോൾ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾക്കറിയാം ട്രംപ് എന്താണ് പറഞ്ഞു വെച്ചത്. അതിനുള്ള ഒരു കർട്ടൻ റേസറായി നിങ്ങൾ ഈ വാക്കുകളെ കാണുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു.